ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരിജ സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ പച്ചക്കായ കൊണ്ടൊരു നല്ല ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി കുറച്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് രണ്ടായിട്ട് കീറണം. രണ്ടായിട്ട് കീറിയിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. നല്ലൊരു ഡിഷാണ്. ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലതാണ്. ഇപ്പം കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു കാ മാത്രം മതി നല്ല കൂട്ടാൻ ഉണ്ടാക്കാൻ. ഏറ്റവും കനം കുറച്ച് തന്നെ അരിയുക. അപ്പം നല്ലപോലെ വെന്തുടയും. നമ്മളിതെല്ലാം നന്നായിട്ട് കഴുകി അതിൻ്റെ കട കളഞ്ഞെടുക്കണം. കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് എളുപ്പം 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കൂട്ടാൻ റെഡിയാവും. എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയാണ് ഇടുന്നത്. മുളകൊക്കെ ഓരോരു ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഇനി മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ ജീരകം ഇടുക. കുക്കറിൽ വെക്കുന്നുണ്ട്. നമുക്ക് വെള്ളം കുറച്ച് മതി. ചെറിയൊരു കുഴമ്പ് പരുവത്തിലാണ് ഇത് കിട്ടുന്നത്. കായപ്പുഴുക്കെന്നൊക്കെ പറയാം. ഒറ്റ വിസിലടിക്കുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇനി വേണ്ടുന്ന തേങ്ങ, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് വാഴയ്ക്ക കൂട്ടാനെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ചെറിയ ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കൂട്ടാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഉണ്ടല്ലേ? നല്ല ഒരു മണമൊക്കെ ഉണ്ട്. കഞ്ഞിക്കും ചോറിനും ഇത് നല്ലതാണ്. അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.